സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറിന് ആദ്യമായിട്ട് സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അഖിൽമാരാർ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല, അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഒരു സമരപന്തലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ ഒരു സമരം ഇന്ന് 500 ദിവസം പിന്നിടുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 650 പേരം കുടുംബങ്ങളോട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളടക്കം കാണിക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒത്തിരി കുടുംബങ്ങൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലടക്കം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളിതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈ സമരസമിതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റിനെ ഷബീൻ ലാലിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കാനായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാർ. ഫിലിപ്പേടൻ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഫിലിപ്പേടനെ ക്ഷണിക്കുകയാണ് അഖിൽമാരാറിനെ പൊന്നാട അണിയിക്കാനായിട്ട്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൻ, G20 പാർട്ടിയുടെ കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കറിനെ ക്ഷണിക്കുന്നു. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരായ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷബീൻ ലാൽ, 2020യുടെ മണ്ഡലത്തിൻ്റെ ഉപാധ്യക്ഷൻ ശ്രീ വില്ലി, പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ശ്രീ ഫിലിപ്പ്, എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ അഖിൽ മാരാർ, കയ്പമംഗലത്തിൻ്റെ 2020 മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരിശങ്കർ, മറ്റു ഈ സമരം നയിക്കുന്ന ഈ സമരപ്പന്തലിൽ 505 ദിവസമായിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ തങ്ങൾ സ്വരൂപിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ ആ കിടപ്പാടം തങ്ങളുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ വാസ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമരം നയിക്കുന്ന സമരഭടന്മാർ, സഹോദരീ സഹോദരങ്ങളെ, നമുക്കറിയാം ഈ രാജ്യം ഇന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്, ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അസമത്വവും
അതോടൊപ്പം തന്നെ ജനങ്ങളെയെല്ലാം പല തട്ടുകളിലാക്കി തങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി പല ചേരികളിലാക്കി ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഭരിച്ച ഇടതുപക്ഷമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയായിട്ടുള്ള വലതുപക്ഷമായിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അത് ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമോ നമ്മൾ ഇതുവരെ നടപ്പിലാക്കി കണ്ടിട്ടില്ല. അതിന് കാരണം തന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തെങ്കിലുമില്ല അസ്വാരസ്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് മാത്രമാണ് അവർ എന്നും നേടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻപത്തെ ഈ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണപക്ഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടു പ്രദേശത്ത് MLA ആയിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ യാതൊരു രീതിയിലുമുള്ള പ്രവർത്തനങ്ങളോ അതിനുള്ള തയ്യാറെടുപ്പുകളോ നടത്തിയില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഭാഗം, ഞാനത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാം ഇവിടുത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആ ഒരു പ്രത്യേക വിഭാഗം ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ ശാപം. അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ഈവൻ സമ്മതമാണെങ്കിൽ പോലും അത് തീർപ്പാക്കുന്നതിനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരമോ ഉണ്ടാക്കാൻ ഇക്കൂട്ടർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പണ്ട് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഇപ്പോ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന മുന്നണിയുടെ സംവിധാനങ്ങളോ അത് മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ 1-2 ദിവസങ്ങളിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോ ഇവരുടെ ഈ പ്രശ്നം അത് ഈ നാട്ടിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനൊരു പരിഹാരവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. അതൊരു ശാശ്വത പരിഹാരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അത് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിനെ എങ്ങനെയൊക്കെ തകിടം മറിക്കാമെന്നുള്ള കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ മനസ്സിൽ കണ്ടിട്ടാണെങ്കിലും രാഷ്ട്രീയം മാറ്റി നിർത്തി അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ശാപം. അവർക്കോ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ സഹോദരങ്ങളുടെ പ്രശ്നം അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോ അതിന്റെ കൂടെ നിന്ന് ഇവിടുത്തെ നാട്ടുകാരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരികളെ ഒക്കെ സംരക്ഷിക്കേണ്ട സർക്കാരും പ്രതിപക്ഷവും അതിന് തുനിയാതെ അതിനെ തുരങ്കം വെച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചേരിചിരിന്ന് നമ്മൾ പോരാടുമ്പോ ഈ നാടിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് 2020 പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമായി പോരടിച്ചപ്പോ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളെ ആക്രമിച്ചപ്പോ
ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ഈ നാടിനെ വികസനത്തിലേക്ക് നയിക്കണമെങ്കിൽ ഇനി അത് NDA സർക്കാരിന് മാത്രമേ സാധിക്കൂ. അതുപോലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ, ഇവിടുത്തെ വിഷയങ്ങൾ എന്നേക്കും അവസാനിപ്പിച്ച് ഇവിടുത്തെ ഭാവി തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ അത് NDA സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് നമ്മൾ NDAയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനമാണ്, അത് ഇവിടുത്തെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ജനവിഭാഗ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള മുനമ്പ് നിവാസികളെ, ഈ വേദിയിൽ എനിക്കൊപ്പം സന്നിഹിതരായിരിക്കുന്ന 2020 ഉപാധ്യക്ഷൻ ഗോപകുമാരേട്ടൻ, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഷബിൻലാൽ, 2020 കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ്, ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞുമാൻ, അതുപോലെ എന്നെ ആദരിക്കാൻ വേണ്ടി വന്ന ഫിലിപ്പിച്ചായൻ, അതിനേക്കാളെല്ലാം ഉപരി ഒരു നാടിൻ്റെ അപകടം, ഒരു നാടിന് നേരിടാൻ പോകുന്ന ഒരു അപകടം മനസ്സിലാക്കി ആ നാട്ടിലെ ജനത ഒന്നടങ്കം ഒരുമിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആദരവ് നൽകേണ്ടതില്ല എന്നും ഒരു ചെറിയ കുറ്റബോധത്തോടു കൂടിയിട്ട് സംസാരിച്ചു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പല സമരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സമരങ്ങളിലൊന്നായിരുന്നു ആശാവർക്കർമാരുടെ സമരങ്ങൾ. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഞാൻ പോയിരുന്നു. പിന്നീട് പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ പരീക്ഷ ആ ലിസ്റ്റിൽ എഴുതി പാസ്സാവുകയും പിന്നീട് അർഹമായ രീതിയിൽ ജോലി ലഭിക്കാതെ ഒരു പറ്റം യുവാക്കൾ തിരുവനന്തപുരത്ത് സമരം കിടന്നപ്പോഴും എന്നെ അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഞാനവിടെ പോവുകയുണ്ടായി. ഈ അടുത്തിടെ നമ്മുടെ നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ഒരു വലിയ സമരത്തിലാണ്, 10,000-ലധികം കുട്ടികൾ സമരത്തിലാണ്. അപ്പോൾ അവരും എന്നെ ക്ഷണിച്ചു, ഞാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ക്ഷണിച്ചിട്ട് പോകേണ്ടതാണോ, അറിഞ്ഞ് ചെല്ലേണ്ടതാണോ എന്ന കുറ്റബോധത്തിലാണ് ഞാൻ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്നു, മുനമ്പത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വായിക്കുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ സർക്കാരിനെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് നൽകിയ ഒരു സ്വീകാര്യത, അവർ ബോധപൂർവം എന്നെ ഒരു കോൺഗ്രസ്സുകാരനാക്കി മാറ്റാൻ ശ്രമിച്ച രീതികൾ, അവർ നൽകിയ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഉരമരുന്ന്, ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മുനമ്പത്തെ പ്രശ്നങ്ങൾ ഞാൻ കാണുമ്പോൾ, മുനമ്പത്ത് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി വന്ന് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ അതിലൂടെ എൻ്റെ ഉള്ളിലെ മതേതരത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം എന്നിലേക്ക് സൃഷ്ടിച്ചത് ഇവിടുത്തെ UDF ആണ്, ഇവിടുത്തെ കോൺഗ്രസ് ആണ്. പക്ഷെ പതിയെ പതിയെ അവരുടെ നിലപാടുകളെല്ലാം ഞാൻ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊപ്പവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും ഒക്കെ നിരവധി വേദികൾ പങ്കിട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് അവസാന സമയം 2020 ചേർന്നത്? കേവലം ഒരു സീറ്റിന് വേണ്ടിയാണോ? അല്ല. എന്നോട് വ്യക്തിപരമായിട്ട് പലരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരോട് പറഞ്ഞിരുന്ന പല വിഷയങ്ങളും അത്തരത്തിലൊന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച ഒരു സമീപനം. ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മതരാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്ന ഒരു സംഘടന മതേതരത്വം പറയുന്ന പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ചേർന്ന് പോകാൻ കഴിയുക? മറ്റൊരു കാര്യം കൂടെ പറയുന്നു, മുസ്ലിം ലീഗ് നേതാക്കന്മാർ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ അധികാരത്തിലെത്തുന്നത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയാണ്. അങ്ങനെ അവർക്ക് പറയാമെങ്കിൽ, അവരെ ഒപ്പം കോൺഗ്രസിന് ചേർക്കാമെങ്കിൽ, ആ സംഘടനയുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വന്നിട്ട് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഒരേ സമയം തന്നെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ട് മാറുകയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും പല LDF നേതാക്കന്മാരും. ഒരു നാട്ടിലുണ്ടായിട്ടുള്ള അപകടത്തെക്കാൾ ഉപരി ആ നാട്ടിലെ ജനതയുടെ നീതിയാണ് പ്രശ്നം. അത് ഏത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആ നാടിൻ്റെ നീതി ആർക്കൊപ്പമാണോ നിൽക്കുന്നത്, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അവിടെ നമുക്ക് സമുദായം നോക്കണ്ട, ജാതി നോക്കണ്ട, മതം നോക്കണ്ട. നാളെ ഇതേ പ്രശ്നം എവിടെയോ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെടുന്നവർക്കുണ്ടായാലും നമ്മളെല്ലാം ഒരുമിച്ച് അവർക്ക് വേണ്ടി നിൽക്കണം. കാരണം നീതി അവർക്കൊപ്പമാണെങ്കിൽ. ഇവിടെ നീതി മുനമ്പത്തെ ജനതയ്ക്കൊപ്പമാണെന്നുള്ള കാര്യം എല്ലാ പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ്, എല്ലാ വ്യക്തമായ സത്യമായ ചർച്ചകളിൽ നിന്ന് വ്യക്തമാണ്, ഹൈക്കോടതി സമീപിച്ച രീതികളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം പൂർണ്ണ മനസ്സോടുകൂടി വരാതെ
ഇവിടെ തന്നെ ഒരുപക്ഷെ 600 കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ 600 കുടുംബങ്ങളിൽ എന്തിനാണ് ഒരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കുന്നത്? 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയെ കീഴടക്കിയത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രിട്ടൻ പോലെ എവിടെയോ കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് പേർ ഇന്ത്യ പോലത്തെ ഇത്രയും വലിയൊരു രാജ്യത്തേക്ക് വന്നിട്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയത്? ഈ രാജ്യത്തെ ഓരോ ജനതയും പരസ്പരം ഭിന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ നാടിനെ ഒരു കാലത്ത് കീഴടക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ആ നാട് ഒരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടൻ ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കൂടി നിൽക്കുന്ന ജനതയോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. വീടിനുള്ളിലിരുന്ന് നിങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇടതുപക്ഷം സംരക്ഷിക്കും എന്ന് കരുതി ഈ നാട്ടിലെ ഒരു പറ്റം ജനത 500 ദിവസമായിട്ടൊരു സമരപ്പന്തലിൽ വന്നിരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ, ഈ നാടിന് വേണ്ടി ഒരുമിക്കാതെ, ഞങ്ങളിൽ കുറച്ചു പേർ കോൺഗ്രസ് ആണെന്നും ഞങ്ങളിൽ കുറച്ചു പേർ കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന ചിന്തയിലൂടെ മുനമ്പത്തെ ജനതയിൽ ആരാണ് ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? അവിടെ ഈ അപകടമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. രാഷ്ട്രീയമല്ല നമുക്കിവിടെ പ്രശ്നം. ഈ നാട് നേരിടുന്ന ഒരു അപകടമാണ് നിങ്ങളുടെ പ്രശ്നം. ഈ നാട്ടിലെ ജനത നേരിടുന്ന നിങ്ങളുടെ സ്വത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തെ സഹായിക്കാൻ ആരാത്മാർത്ഥമായി നിങ്ങളെ സമീപിക്കുന്നു എന്നതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് BJPക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിലൊരു സത്യമുണ്ടായതുകൊണ്ടാണ്. ഇവിടുത്തെ മുത്തലാഖ് വിഷയത്തിൽ ഒരു സമീപനം സ്വീകരിക്കാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന വകുപ്പ് കാശ്മീരിൽ നിന്ന് എടുത്തു കളയാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധനം നടപ്പിലാക്കി നമ്മളെ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ കൺട്രിയാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞെങ്കിൽ, വഖഫ് വിഷയത്തിൽ കൃത്യമായ ഒരു നിയമ ഭേദഗതി വരുത്താൻ മോദിക്ക് കഴിഞ്ഞെങ്കിൽ, മുനമ്പത്തെ ജനതയും സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഞാനിത് സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം. അല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് പലരും വരും. അതാണ് ഞാൻ പറഞ്ഞൊരു കുറ്റബോധം തോന്നുന്നു. സാധാരണ രാഷ്ട്രീയക്കാരന്മാർ, കള്ളന്മാർ എവിടെങ്കിലും 10 പേര് കൂടുന്നിടത്ത് വന്ന് നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് വന്നിങ്ങനെ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോകും. കള്ളത്തരമാണ്. വിശ്വസിക്കരുത് ഒരുത്തനെ, ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കരുത്, ഞാൻ ഉൾപ്പെടുന്ന ഒരാളെയും. കാരണം ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരുവൻ വന്ന് ഒരു പ്രദേശത്ത് സത്യസന്ധമായി ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്നു എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു 4 ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ വരേണ്ട കാര്യമില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ തന്നെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എനിക്ക് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ പല കണ്ടന്റും വൈറലാക്കുന്നുണ്ട്. ഞാനിവിടെ വരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം, സത്യസന്ധമായി വരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അടുത്തിടെ ഞാൻ തിരിച്ചറിഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും സത്യസന്ധമായിരുന്നുവെന്ന് ഉള്ളിൽ തട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അഖിൽമാരാരെ പോലെ ഒരു ചെറുപ്പക്കാരന് കോൺഗ്രസിൽ എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയോ ജമാഅത്ത് ഇസ്ലാമിയെയോ മുസ്ലിം ലീഗിനെയോ ഒന്നും തന്നെ ഒരു കാലത്തും വിമർശിക്കാൻ കഴിയില്ല എന്നും, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തള്ളിപ്പറയുന്നതാണെന്നും, ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിക്കുന്നതാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് വെച്ചേക്കുമ്പോൾ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് അനാവശ്യമായ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ പലരും ഭയപ്പെടുമ്പോൾ, സത്യം സംസാരിക്കാൻ, വികസനം സംസാരിക്കാൻ, ഈ നാടിൻ്റെ നന്മയ്ക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു കാലത്ത് ഒറ്റയ്ക്ക് നിന്ന് പടവരുതിയ സാബു ജേക്കബിനെ പോലെ ഒരു മനുഷ്യൻ്റെ ഒപ്പം ചേരാൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് 2020 കിഴക്കമ്പലത്ത് കാണിച്ച അത്ഭുതങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ജനത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നില്ല? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു നാട് നന്നാവുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കിഴക്കമ്പലം പോലെ ഒരു നാട്ടിലെ ജനതയെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട്, തനിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ മുന്നണിക്കെതിരെയും പോരാടിയ ആയിരക്കണക്കിന് കോടിയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സമയം ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സമയം നാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുമ്പോൾ, സാധാരണ രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പണത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സാധാരണ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന, ലോകത്തിന് മുന്നിൽ അഭിമാനിക്കത്തക്ക ഒരു മലയാളിയായി നിൽക്കുന്നൊരു മനുഷ്യൻ, അടുത്തിടെ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമ നമുക്ക് അപമാനമാണെന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചു, ശരിയാണ്, കേരള സ്റ്റോറിയിൽ ഒരു കണ്ടന്റ് നമുക്ക് അപമാനമാണെങ്കിൽ മലയാളിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനം സൃഷ്ടിച്ചെടുത്ത സാബു ജേക്കബിനെ നിങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു?
കിട്ടുന്ന അവസരത്തിലെല്ലാം തന്നെ ആ മനുഷ്യനെ നിങ്ങൾ കടന്നാക്രമിക്കാൻ ശ്രമിച്ചില്ലേ? അയാളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഇന്നും അദ്ദേഹം വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാടിൻ്റെ മാറ്റം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനുണ്ടാകാൻ പോകുന്ന അഭൂതപൂർണമായിട്ടുള്ള വികസനം പ്ലാൻ ചെയ്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്നു വേണം ഇനി എൻ്റെ പ്രവർത്തനമെന്ന് തീരുമാനിച്ചപ്പോൾ അംഗീകരിക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞു? അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ മനുഷ്യൻ്റെയും ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് തിരിച്ചറിയണം. ഈ നാടിൻ്റെ ജനതയ്ക്കൊപ്പം നിന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി വരുന്ന ഒരു മനുഷ്യനാവണം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ. എനിക്ക് തോന്നുന്നു കുഞ്ഞുമോൻ അത്തരത്തിലൊരു മനുഷ്യനായതുകൊണ്ടാകാം നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അത് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുമോൻ നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന സഹായമെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ ആ മനുഷ്യന് വേണ്ട എല്ലാ പിന്തുണയും ഈ നാട് കൊടുക്കട്ടെ. അങ്ങനെ പരസ്പരം നമ്മൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ സമരത്തിൻ്റെ രണ്ട് തരം സ്വഭാവങ്ങളുണ്ട്. ഗാന്ധി അഹിംസ കാണിച്ചു ഈ നാട്ടിലെ സമരം വിജയിപ്പിച്ച ആളാണ്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിച്ച സവർക്കറുണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. അങ്ങനെ ഈ നാട്ടിൽ രണ്ട് തരം സ്വഭാവത്തിലൂടെ നമുക്ക് സമരം വിജയിപ്പിച്ചെടുക്കാം. സഹിഷ്ണുതയും ഈ നാടിൻ്റെ നിയമലംഘനങ്ങളില്ലാത്ത രീതിയിൽ ഒരു നാടിന് വേണ്ടി പോരാടാൻ മുനമ്പത്തെ ജനത തീരുമാനിക്കുമ്പോൾ അത് നിങ്ങളുടെ നല്ല മനസ്സാണെന്ന് വേണം ഭരണാധികാരികൾ തിരിച്ചറിയാൻ. ഇതേ നിങ്ങൾ വിചാരിച്ചാൽ കേരളത്തെ സ്തംഭിപ്പിക്കാനും കഴിയും. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളുടെ നന്മയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടാവണം. ഒരു നാട്ടിലെ ജനതയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ നാട്ടിലെ ജനതയ്ക്കൊപ്പം നിൽക്കാൻ നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ഭരണകൂടത്തെ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിനുവേണ്ടി തീർച്ചയായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ചൂണ്ടുവിരൽ തുമ്പിലാണ് നിങ്ങളുടെ അധികാരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചൂണ്ടുവിരലിൻ്റെ അധികാരം എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിനൊരു തുടക്കമാകണം, അതൊരു ചരിത്രമായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇസ്ലാം മത സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് പോലും ഈ നാട്ടിൽ കിട്ടുന്ന പിന്തുണ അതിഭീകരമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെങ്കിൽ നാട്ടിലെ ഒരു വിഭാഗം ജനതയെ, ഒരു 10 പേരെ, 50 പേരെ, 100 പേരെ മാറ്റി നിർത്താൻ ഇതേ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഈ കേരളം മുഴുവൻ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് ലീഗിന് പറയാൻ കഴിയുന്നത്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അത് എൻ്റെ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിലെത്തുന്നതെന്ന് പറയാൻ കഴിയുന്നത്. AK ആന്റണി 2004 പറഞ്ഞു, സംഘടിത ന്യൂനപക്ഷങ്ങളുടെ ആക്രമണങ്ങളെക്കുറിച്ചും സംഘടിത ന്യൂനപക്ഷങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ലീഗ് ഇടപെടുകയും അദ്ദേഹം പിന്നീട് രാജിവെക്കുകയാണ് ചെയ്തത്. ആരൊക്കെ എപ്പോഴൊക്കെ അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ ആ മുഖ്യമന്ത്രിമാർക്കും ആ ഭരണാധികാരികൾക്കുമൊക്കെ താഴെ ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഐക്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം, ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. നിങ്ങൾക്കായി ഈ കേരളം മുഴുവൻ ഒന്നിച്ചു നിൽക്കണം. വഖഫ് എന്ന് പറയുന്ന കിരാത നിയമത്തിൻ്റെ പേരിൽ ഒരു ജനത പോലും ഒരു ദിവസം പോലും ദുഃഖിക്കുന്ന ഒരവസ്ഥ മുനമ്പത്തെ നിവാസികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ എന്നെ വിളിക്കുക. അത് സമരം ഏത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലൊക്കെ തന്നെ വന്ന് ഒരു പിന്തുണ നൽകാൻ ഹൃദയത്തിൽ തട്ടി പറയുകയാണ്. അനാവശ്യമായി അടിച്ചമർത്തപ്പെടുന്നവനും നീതി നിഷേധിക്കപ്പെടുന്നവനും നിശബ്ദരാക്കപ്പെടുന്ന ജനതയ്ക്കും വേണ്ടി 2020യും അഖിൽ മാരാരും സാബു ജേക്കബും ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഉൾപ്പെടുന്ന BJPയും ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ പറയുന്നു. എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഇത്രയും നാളും സമരം ചെയ്ത നിങ്ങൾക്ക് ഒരു സല്യൂട്ട് നൽകുന്നു. ഇനിയും ഈ സമരം ജയിച്ച് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു കാലം വരട്ടെ. ഏറ്റവും മികച്ച തീരുമാനമെടുക്കാൻ 1 മാസം സമയമേ ഉള്ളൂ. ഏറ്റവും മികച്ച തീരുമാനമെടുക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ചെയ്യുന്നു ബഹുമാനപ്പെട്ട 2020യുടെ മണ്ഡലാധ്യക്ഷൻ ശ്രീ വില്ലിച്ചേട്ടൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഗോകുമാരേട്ടൻ, നമ്മളെല്ലാം പ്രിയങ്കരനായ അഖിൽ ബാരാർജി, മറ്റ് സുഹൃത്തുക്കളെ, അഖിൽ മാരാർജി നമ്മളോട് പറഞ്ഞു ഒരു കുറ്റബോധത്തോടെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. പക്ഷേ ഒരു കുറ്റബോധമില്ലാതെ ഞാൻ പറയുകയാണോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടന ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ, ഇവരാരും വിളിക്കാതെ തന്നെ തുടക്കം മുതലേ ഏതാണ്ട് 20 വർഷക്കാലമായി ഈ മുനമ്പം പ്രദേശത്ത്
ഈ വിഷയവും മറ്റുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരത്തിലുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കുറ്റബോധത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരും കുഞ്ഞനുജൻ അഭിമന്യു, അദ്ദേഹത്തെ ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ CPM അതിനെതിരെ പ്രതികരിച്ചത് BJPക്കെതിരെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ്. സ്വന്തം സഹപ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയവർക്കെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. ഒരേ സമയം വേട്ടക്കാരൊപ്പവും ഇരക്കൊപ്പവും. ഈ സമരത്തിലെ ആദ്യം മുതലേ ഞങ്ങളുണ്ട്. ഇതിൻ്റെ അവസാനം കാണുന്നതുവരെ BJP നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളിൽ നിന്നും നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ ഫിലിപ്പിയറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ബഹുമാനപ്പെട്ട ഗോപകുമാർ സാർ, അഖിൽ മാരാർജി, ഷബിൻലാൽ, എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞുമോൻ, സുനിൽ, കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെ നന്ദി പറയുക. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റസ് പറയുക എന്നതാണ് എനിക്കുള്ളൊരു ദൗത്യം. ഇപ്പോഴത്തെ ഞങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, കോടതിയിലിരിക്കുന്ന കേസിൽ ഞങ്ങൾ എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ്റെ പേരിൽ ഒരു കേസ് സെപ്പറേറ്റ് ഫയൽ ചെയ്തിട്ട് അതിൽ വഖഫ് ബോർഡിനോട് ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു. കാരണം ഒരു ഭൂമി വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലെന്തെല്ലാം ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള അവരുടെ നിയമാവലിയിലുള്ള അതേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൊടുത്തിട്ട് ഏകദേശം 2 മാസങ്ങൾക്ക് കൂടുതലായി. അപ്പോൾ ഇവർ ഓരോ സെറ്റിങ്ങിലും അതിന് സ്പേസ് ചോദിച്ചു. അവസാനം ഈ കഴിഞ്ഞ 27-ാം തീയതിയായിരുന്നു അതിനൊരു ഉത്തരം നൽകേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, 26-ാം തീയതി ഇവിടെ ഒരു മനുഷ്യനറിഞ്ഞില്ല, ഒരു മാധ്യമം പോലും റിപ്പോർട്ട് ചെയ്തില്ല. വഖഫ് ബോർഡ്, ഇപ്പോഴത്തെ പുതിയ വഖഫ് ബോർഡ്, അതായത് നിങ്ങൾ പുതിയ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 7 മെമ്പർമാർ വന്നിട്ടുണ്ട്. അതിൽ 5 മെമ്പർമാർ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ ലീഗിൻ്റെ ആളുകളും 2 മെമ്പർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AA റഹീം ഉൾപ്പെടുന്ന ടീമാണ്. അപ്പോൾ അവർ സുപ്രീം ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരെ ഒരു കേസ്, ഒരു സ്റ്റേ വാങ്ങിച്ചു. അതാണ് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റസ്. എല്ലാത്തിലുപരി ഇപ്പോൾ ഈ പള്ളി കയ്യേറിയിരിക്കുന്ന ഒരു വസ്തുവിലാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു അലവലാതി, അവൻ്റെ വാപ്പക്ക് പോലും അറിയാൻ പാടില്ല ഈ സ്ഥലം ആരുടെയാണെന്നത്, അവൻ പോയി ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് തഹസീൽദാറിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട്, അതായത് ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം അളന്ന് നോക്കണം, എന്തോ അവൻ്റെ ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയെന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റസ്. എല്ലാത്തിലുപരി ഞങ്ങൾക്ക് ഇപ്പോൾ നന്ദി പറയും അഖിൽ മാരാർജിയോടും ഗോപകുമാർജിയോടും. അഖിൽ മാരാർജി, താങ്കൾ ഇവിടെ ഒരിക്കലും വൈകിയിട്ടില്ല. കാരണം സമരം ഇനിയും ശക്തമാക്കാൻ താങ്കളുടെ വരവ് ഞങ്ങൾക്ക് ഊർജ്ജമേകുകയുള്ളൂ. കാരണം ആദ്യമായി തന്നെ താങ്കൾ ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ സമരസമിതിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും സഹകരിക്കാത്തവരുടെ പേരിലും, ഇവിടെ കുറച്ച് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എല്ലാം നേടിക്കൊടുക്കുമെന്നും പറഞ്ഞ് സഹകരിക്കാതിരിക്കുന്ന ഒരാൾക്കാരുണ്ട്, അവരുടെ പേരിലും. കാരണം താങ്കൾ വന്നിരിക്കുന്നത് അവർക്കും വേണ്ടി കൂടിയാണ്, താങ്കൾ ശബ്ദിച്ചത് അവർക്ക് വേണ്ടി കൂടിയാണ്, 2020 ഇവിടെ വന്നിരിക്കുന്നത് അവർക്കും വേണ്ടിയാണ്. അപ്പോൾ അവരുടെ പേരിലും അഖിൽ മാരാർജിയോട് നന്ദി പറയുന്നു. ഗോപകുമാർജി, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും 2020 എന്ന ഈ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷൻ, താങ്കളും ഞങ്ങളുടെ സമരപന്തലിലേക്ക് വന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഷബിൻലാൽ, നമ്മുടെ പ്രിയ സുഹൃത്താണ്. ഈ സമരം തുടങ്ങിയ, അതായത് ഇന്ന് 504-ാം ആദ്യ ദിവസം തുടങ്ങി തന്നെ ഈ സമരപന്തൽ, കാരണം ആദ്യം ഈ സമരപന്തൽ ഈ പള്ളിയുടെ മുമ്പിലായിരുന്നു, ശക്തമായി പോയിരുന്നൊരു സമരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. LDF വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ പോലെ LDF വന്ന് എല്ലാം ശരിയായി.
ഞങ്ങൾ ഈ പരുവത്തിലുമായി. അപ്പോൾ വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ വരവിന്, നിങ്ങളിവിടെ വന്ന് ഈ സമരത്തിന് ഇത്രയും കാരണം ശരിക്കും ചില സമയങ്ങളിൽ ഈ സമരം കുറച്ച് ഡൗൺ ആയി പോകുമായിരുന്നു. കാരണം ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഈ സമരത്തിലേക്ക് കുത്തിത്തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഊർജം മാത്രമേ പകരുകയുള്ളൂ. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വേദി കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു സമരം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ആഴ്ച ഞങ്ങൾ ഇന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് വഖഫ് ബോർഡിൽ എടപ്പള്ളിയിൽ കലൂരിൽ അവരുടെ ആസ്ഥാനത്തേക്ക്, കാരണം വീണ്ടും വീണ്ടും അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അവർക്ക്. അപ്പോൾ കേസ് കൊടുത്ത് നീട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും വഖഫ്, പക്ഷേ ആൾക്കാർ ഒരിക്കലും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പോഴത്തെ പുതിയ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് 5ഉം 7ഉം 5 UDFകാരും 2 LDFകാരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കണേ എന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല. ഈ UDFന് ജയ് വിളിച്ച് ഇവിടെ ഈ വീടിൻ്റെയൊക്കെ മറകളിലിരുന്ന് ഇരിക്കണവർക്കും അറിയില്ല. അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആൾക്കാർ വരെയും നമുക്കെതിരെ പോയേക്കാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ആ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഞങ്ങൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കും. സഹകരിക്കണം. നന്ദി, നമസ്കാരം. ഞാൻ